ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് ഉദ്ദീപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാവുന്ന പ്രേരകങ്ങളെയാണ് ഉദ്ദീപനം എന്ന് പറയുന്നത്. സപ്പോസ് ഒരു മെഴുകുതിരി അടുത്ത് വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ കൈ തീൻ്റെ അടുത്തേക്ക് പോകണം, അപ്പോൾ അതൊരു ഉദ്ദീപനമാണ്, നമ്മുടെ ആക്ഷൻ ആവുന്ന ഒരു കാരണമാണ്. അതിനെയാണ് ഉദ്ദീപനം എന്ന് പറയുന്നത്. ഈ ഉദ്ദീപനം സ്വീകരിക്കുന്ന കോശങ്ങളാണ് ഗ്രാഹ്യകോശങ്ങൾ. ഈ ഗ്രാഹ്യകോശങ്ങളിൽ നിന്നുള്ള ഈ സന്ദേശങ്ങൾ തലച്ചോറിലെത്തുകയും അതിനനുസരിച്ച് പ്രതികരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും അതുപോലെ ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നതും, അതുപോലെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നതുമാണ് നാഡി വ്യവസ്ഥയുടെ ഫങ്ഷൻ. അപ്പോൾ എന്താണ് നാഡീവ്യവസ്ഥ? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഗ്രാഹ്യകോശങ്ങൾ അയക്കുന്ന സന്ദേശങ്ങൾ അവയെ അനാലിസിസ് ചെയ്ത് അതിന് ആക്ഷൻ എടുക്കുകയും അതിനനുസരിച്ച് അതിനെ ഏകോപിപ്പിക്കുക എന്നതൊക്കെയാണ് നാഡീവ്യവസ്ഥയുടെ പ്രധാന ധർമ്മങ്ങൾ. ഇനി ഈ നാഡീവ്യവസ്ഥയുടെ മെയിൻ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്നാണ്. എന്താണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം? ഏതാണ്? ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശമാണ്. ഇനി ന്യൂറോണുകൾ ഏതൊക്കെയാണ് പാർട്ട് എന്ന് പറയാം. ന്യൂറോണുകൾ കോശ ശരീരമുണ്ട്, ഡെൻഡ്രോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, ആക്സോൺ ഉണ്ട്, ആക്സോനൈറ്റ് ഉണ്ട്, സിനാപ്റ്റിക് നോബ് ഉണ്ട്. ന്യൂറോണിൻ്റെ മെയിൻ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കോശ ശരീരം. ഇതാണ് കോശ ശരീരം, ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. കോശ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? കോശദ്രവ്യമുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അതല്ലാതെ കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ചെറിയ നേർത്ത തന്തുക്കളെ എന്താ പറയുക? ഡെൻഡ്രോൺ എന്ന് പറയാം. എന്താണ്? ഡെൻഡ്രോൺ എന്ന് പറയാം. അപ്പോൾ ഈ ഡെൻഡ്രോണിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഇവ എന്ത് ചെയ്യും? ഇവ മറ്റു കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ കോശ ശരീരത്തിലേക്ക് കൊണ്ടുവരും. അവയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. പിന്നെ ഡെൻഡ്രൈറ്റ് ഉണ്ട്. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡെൻഡ്രോണുകൾ വീണ്ടും ശാഖകളായിട്ട് പിരിയും. ഈ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രൈറ്റുകളുടെ ഫംഗ്ഷൻ എന്താണ്? ഈ ഡെൻഡ്രൈറ്റുകളാണ് അടുത്ത കോശത്തിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. ഇനി അടുത്തത് ഡെൻഡ്രോൺ പറഞ്ഞു, ഡെൻഡ്രൈറ്റ് പറഞ്ഞു. പിന്നെ ആക്സോൺ. ആക്സോൺ പറഞ്ഞാൽ എന്താണ്? ആക്സോൺ എന്ന് പറഞ്ഞാൽ കോശ ശരീരത്തിലെ നീളം കൂടിയ തന്തുവാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഇത് എന്തിനെ സഹായിക്കുക? ഇത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇത് കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ അടുത്ത കോശത്തിലേക്ക് പോകുന്നതിന് സഹായിക്കുന്നവയാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അറ്റത്താണ് ആക്സോനൈറ്റ് ഉള്ളത്. ആക്സോനൈറ്റ് പറഞ്ഞാൽ ഈ ആക്സോണിൻ്റെ ശാഖകളെയാണ് ആക്സോനൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇവ എന്ത് ചെയ്യും? ഇവ ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കും. അപ്പോൾ എന്താണ് സിനാപ്റ്റിക് നോബ്? സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞാൽ ആക്സോണിൻ്റെ അഗ്രഭാഗത്തെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാഡീയ പ്രേഷകം സ്രവിക്കുന്നത്. ഈ നാഡീയ പ്രേഷകങ്ങളാണ് അടുത്ത കോശത്തിൻ്റെ ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ന്യൂറോണിൻ്റെ പാർട്ടുകൾ എന്ന് പറയുന്നത്? നാഡീകോശത്തിൻ്റെ പാർട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് കോശ ശരീരമാണ്. ഈ കോശ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? കോശദ്രവ്യമുണ്ട്, മർമ്മമുണ്ട് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ട്, കോശാംഗങ്ങളുണ്ട്. ഓക്കെ, ഈ കോശ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന നേർത്ത തന്തുക്കളാണ് ഇത് പറയുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഇവ എന്ത് ചെയ്യും? ഇവ ആവേഗങ്ങളെ സ്വീകരിച്ച് കോശ ശരീരത്തിൽ എത്തിക്കും. ഈ ഡെൻഡ്രോണുകൾ ശാഖകളായിട്ട് പിരിയുന്നതാണ് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രൈറ്റുകൾ എന്താണ്? ഈ ഡെൻഡ്രൈറ്റുകളാണ് വേറെ കോശത്തിൻ്റെ സിനാപ്റ്റിക് നോബിൽ നിന്നും ആവേഗങ്ങളെ സ്വീകരിച്ച് കോശ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. പിന്നെ ആക്സോൺ ഉണ്ട്. ആക്സോൺ എന്ന് പറയുന്നത് കോശത്തിലെ നീണ്ട തന്തുവിനാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? ഇത് കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ അടുത്ത കോശത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ആക്സോണിൻ്റെ പണി. ഈ ആക്സോണിൻ്റെ ശാഖകളായിട്ട് പിരിയുന്നതാണ് ആക്സോനൈറ്റ്. ഇവ എന്ത് ചെയ്യും? ഈ ആക്സോനൈറ്റുകളാണ് ഈ ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ, അതിൻ്റെ ശാഖകളാണ് ആക്സോനൈറ്റുകൾ. കോശ ശരീരത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ എന്ത് ചെയ്യും? ആക്സോണിലൂടെ ആക്സോനൈറ്റുകളിലെത്തുന്ന ആക്സോനൈറ്റിൻ്റെ അഗ്രഭാഗത്തായിട്ട് മുഴകൾ പോലെ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് എന്ത് പറയുക? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് തൊട്ടടുത്ത നാഡീകോശത്തിലേക്ക് രാസ സന്ദേശങ്ങൾ കൈമാറുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ന്യൂറോഗ്ലിയൽ കോശങ്ങൾ. ഈ ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂറോൺ കോശങ്ങളെല്ലാം അവയെ സഹായിക്കുന്ന കോശങ്ങളാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ഇങ്ങനെയുള്ള കോശങ്ങളുണ്ട്. ഇവയാണ് എന്താ പറയുക? ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത്.
ഇവയ്ക്ക് വിഭജന ശേഷിയുണ്ട്, എന്നാൽ ന്യൂറോണിന് വിഭജിക്കാൻ കഴിയുകയില്ല. അപ്പോൾ വിഭജന ശേഷിയുള്ള ഈ കോശങ്ങൾക്ക് ഉദ്ദീപനങ്ങൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ സന്ദേശങ്ങൾ കടത്തിവിടാനോ കഴിവില്ല. പക്ഷെ അവയെന്താണ്, വിവിധ ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യമായ നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷണം കൊടുക്കുന്നുണ്ട്, അതുപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്, പ്രതിരോധ കോശങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ആവേഗങ്ങളുടെ വേഗത കൂട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ ന്യൂറോഗ്ലിയൽ കോശങ്ങളുടെ ഏതൊക്കെയാണ്? എപ്പൻഡൈമൽ കോശങ്ങൾ, അതുപോലെ മൈക്രോഗ്ലിയൻ കോശം, ഷ്വാൻ കോശം, ആസ്ട്രോസൈറ്റ്, ഇവയൊക്കെ എന്താണ്? ന്യൂറോഗ്ലിയൽ കോശങ്ങളാണ്. അപ്പോൾ എന്താണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലും സുഷുമ്നയിലും ന്യൂറോൺ അല്ലാതെ വേറെ കാണുന്ന കോശങ്ങളാണ് ന്യൂറോഗ്ലിയൽ കോശങ്ങൾ എന്ന് പറയുന്നത്. ഇവ എന്തിനൊക്കെ സഹായിക്കുക? വിവിധ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് നാഡീകോശങ്ങൾക്ക് ആവശ്യമായ പോഷണം എത്തിക്കുക, അതുപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, പ്രതിരോധ കോശങ്ങളായിട്ട് പ്രവർത്തിക്കുക, അതുപോലെ ഒരു ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുക, അതുപോലെ ആവേഗങ്ങളെ ത്വരിതപ്പെടുത്തുക. ഇവയൊക്കെയാണ് ഈ ന്യൂറോഗ്ലിയൽ കോശങ്ങൾക്ക് ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഈ ന്യൂറോഗ്ലിയൽ കോശങ്ങൾക്ക് ഉദാഹരണമാണ് എന്തൊക്കെയാ? എപ്പൻഡൈമൽ കോശം, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ കോശങ്ങൾ, അതുപോലെ ഷ്വാൻ സെൽസ്, ആസ്ട്രോസൈറ്റ്. ഇവയൊക്കെ എന്താണ്? ഇവയൊക്കെ ന്യൂറോഗ്ലിയൽ കോശങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഈ ന്യൂറോൺസിൽ തന്നെ ഈ ആക്സോണിനെ പൊതിഞ്ഞിട്ട് മൈലിൻ ഷീറ്റ്, അതുപോലെ ഷ്വാൻ കോശങ്ങളൊക്കെ ഉണ്ടാകും. എന്താണ് ഈ മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്? മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആക്സോണുകളെ ആവർത്തിച്ച് വലയം ചെയ്യുന്ന ഒരു വെളുപ്പ് നിറമുള്ള ഒരു കൊഴുപ്പാണ് എന്ത് പറയുന്നത്? മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഇവ എന്തിനാ സഹായിക്കുക വെച്ചാൽ ഇവ ഒരു ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിച്ച് സന്ദേശങ്ങളുടെ വേഗത കൂട്ടും, വേഗത വർദ്ധിപ്പിക്കും, അതുപോലെ നാഡീകോശത്തിന് പോഷണം ലഭ്യമാക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക. ഇവയൊക്കെയാണ് മൈലിൻ ഷീറ്റിൻ്റെ മുഖ്യ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൈലിൻ ഷീറ്റ്? മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ആക്സോണുകളെ ആവർത്തിച്ച് വലയം ചെയ്യുന്ന കൊഴുപ്പടങ്ങിയിട്ടുള്ള ഒരു സ്ഥലത്തിനെയാണ് എന്ത് പറയുക? മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഈ മൈലിൻ ഷീറ്റ് എന്തിനൊക്കെ സഹായിക്കുക? ഇവ ഒരു ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിച്ച് ആവേഗങ്ങളുടെ വേഗത ത്വരിതപ്പെടുത്തും, അതുപോലെ ന്യൂറോണിനെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക, പോഷണം ലഭ്യമാക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. ഇവയൊക്കെയാണ് മൈലിൻ ഷീറ്റിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ കൊണ്ടാണ്. അതേസമയം നാഡികളിൽ മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഷ്വാൻ കോശങ്ങളാണ്. നാഡികളിൽ മൈലിൻ ഷീറ്റ് നിർമ്മിക്കുന്നത് എന്താണ്? ഷ്വാൻ കോശങ്ങളാണ്. ഈ മൈലിൻ ഷീറ്റിൻ്റെ ഷ്വാൻ കോശങ്ങളുടെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവയെ പറയുന്ന പേരാണ് നോഡ് ഓഫ് റാൻവിയർ. എന്താണ്? നോഡ് ഓഫ് റാൻവിയർ. ഇനി ഈ ആക്സോണുകളുടെയും ഡെൻഡ്രൈറ്റുകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ട് നാഡീകോശങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മൾട്ടിപോളാർ ന്യൂറോൺസ്. മൾട്ടിപോളാർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സോണ് പക്ഷേ ഡെൻഡ്രോണോ രണ്ടോ അതിലധികമോ ഉള്ള ഡെൻഡ്രൈറ്റുകളും ഉള്ളവയാണ് എന്ത് പറയുക? മൾട്ടിപോളാർ ന്യൂറോൺസ് അല്ലെങ്കിൽ ബഹുദ്രവീയ നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. ഇവ മാക്സിമം കാണുന്നത് സെറിബ്രൽ കോർട്ടക്സിലാണ്. അതേസമയം ബൈപോളാർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും മാത്രമുള്ള കോശങ്ങളെയാണ് ബൈപോളാർ ന്യൂറോൺസ് അല്ലെങ്കിൽ ദ്വിധ്രുവീയ നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. ഇവ എവിടെ കാണുന്നത്? കണ്ണിലാണ് കാണപ്പെടുന്നത്. പിന്നെ യൂണിപോളാർ ന്യൂറോൺസ് ഉണ്ട്, ഏകധ്രുവീയ നാഡീകോശങ്ങൾ എന്ന് പറയുന്നത്. ഇവ ഒരു ആക്സോൺ മാത്രമുള്ളവയാണ്. ഇവ ഭ്രൂണാവസ്ഥയിൽ മാത്രമാണ് കാണപ്പെടുന്നത്. ഇനി എന്താണ് വൈറ്റ് മാറ്റർ, എന്താണ് ഗ്രേ മാറ്റർ? മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നതിനാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നാഡീകോശങ്ങളെ ന്യൂറോൺസിനെ പൊതിഞ്ഞിരിക്കുന്ന വെളുത്ത കളറുള്ള കൊഴുപ്പടങ്ങിയിട്ടുള്ള ഒരു ഷീറ്റാണ് എന്ത്? മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മൈലിൻ ഷീറ്റുള്ള നാഡീകോശം കൂടുതലായി കാണപ്പെടുമ്പോൾ എന്തുണ്ടാകും? അത് വെള്ളക്കളുണ്ടാകും. അതുകൊണ്ട് അതിനെ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നു. അതുപോലെ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത കോശങ്ങൾ കാണുന്ന ഭാഗത്തെ ഗ്രേ മാറ്റർ എന്നും പറയുന്നു. പിന്നെ ഒരു കൂട്ടം നാഡീകോശങ്ങളുടെ കോശ ശരീര ഭാഗങ്ങളെ ഒരാവരണം കൊണ്ട് പൊതിച്ചിരിക്കുന്നു. ഗോളാകൃതി കാണപ്പെടുന്ന ഇത്തരം ഭാഗങ്ങളെയാണ് എന്ത് പറയാം? ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നത്. എന്താണ് ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ പറയാം ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞാൽ നാഡീതന്തുക്കളുടെ ഒരു കൂട്ടമാണ് എന്ത് പറയുന്നത്? ഗാംഗ്ലിയോണുകൾ എന്ന് പറയുന്നത്. ഗാംഗ്ലിയോണുകളാണ് മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത്. ഇനി നാഡീവ്യവസ്ഥ നമുക്ക് എന്തായി തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് കേന്ദ്ര നാഡീവ്യവസ്ഥ, രണ്ടാമത്തത് പെരിഫറൽ നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എന്തൊക്കെ വരും? മസ്തിഷ്കം, സുഷുമ്ന എന്നിവയൊക്കെ ഇതിൽപ്പെടും, കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ പെടും. അതേസമയം പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കേന്ദ്ര നാഡീവ്യവസ്ഥയെ അവയവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന
12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ഗ്രാഹികളും നാഡി ഗാംഗ്ലിയോണുകളും ഉൾപ്പെടുന്നതാണ് എന്ത് പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നാഡീവ്യവസ്ഥയെ തരംതിരിച്ചിരിക്കുന്നത്? കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ എന്തൊക്കെ വരിക? മസ്തിഷ്കവും സുഷുമ്നയുമാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ വരിക. അതേസമയം പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ എന്താ വരിക? കേന്ദ്ര നാഡീവ്യവസ്ഥയെ അവയവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന 12 ജോഡി ശിരോനാഡികളും അതുപോലെ 31 ജോഡി സുഷുമ്നാ നാഡികളും ഗ്രാഹികളും അതുപോലെ നാഡി ഗാംഗ്ലിയോണും ഉൾപ്പെടുന്നതാണ് എന്ത് പറയുന്നത്? പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ അപ്പോൾ മൊത്തം എത്ര ജോഡി നാഡികളാണുള്ളത്? 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും. അപ്പോൾ മൊത്തം 43 ജോഡി നാഡികളാണുള്ളത്. ഇവയിലെ ഏറ്റവും വലിയ നാഡി എന്ന് പറയുന്നത് ഏതാണ്? സയാറ്റിക് നാഡിയാണ്. അതാണ് സയാറ്റിക് നാഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ശിരോനാഡി ഏതാണ്? വാഗസ് നാഡിയാണ്. ഏതാണ്? വാഗസ് നാഡി. അപ്പോൾ ഏറ്റവും വലിയ ശിരോനാഡി ഏതാണ്? വാഗസ് നാഡി. അതുപോലെ ഏറ്റവും വലിയ നാഡി എന്ന് പറയുന്നത്, ഇവ രണ്ടിലും ഏറ്റവും വലിയ നാഡി എന്ന് പറയുന്നത് സയാറ്റിക് നാഡിയാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്താണ്? മസ്തിഷ്കമാണ്. അപ്പോൾ എന്താ ചെയ്യുക? ജോലി പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപടലത്തിന് എന്താ പറയുക? ക്രാനിയം അല്ലെങ്കിൽ കപാലമാണ്. ഈ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു 3 സ്തരപാടികളുള്ള ആവരണമാണ് എന്ത്? മെനിഞ്ചസ്. ഈ മെനിഞ്ചസിലുള്ള ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. അപ്പോൾ മസ്തിഷ്ക അറകളിലും മെനിഞ്ചസിൻ്റെ ആന്തരപാളുകൾക്കിടയിലും നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അത് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്നത്. ഇവ അവിടെ നിന്ന് രൂപപ്പെടും, ഇവ രക്തത്തിൽ നിന്ന് രൂപപ്പെടും, അതുപോലെ തിരിച്ച് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതാണ്. ഇവ പോഷകങ്ങൾ, ഓക്സിജൻ എന്നിവ മസ്തിഷ്ക കലകൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ മസ്തിഷ്കത്തിന് ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, ഇവയൊക്കെയാണ് മെനിഞ്ചസിൻ്റെ ധർമ്മങ്ങൾ. അപ്പോൾ മസ്തിഷ്കം എന്ന ഭാഗം ഒരു കപാലം എന്നുള്ള അസ്ഥി കൊണ്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ഈ മസ്തിഷ്കത്തിനെ പൊതിഞ്ഞിട്ട്, അതായത് കപാലത്തിൻ്റെ താഴെ മസ്തിഷ്കത്തിനെ പൊതിഞ്ഞിട്ട് 3 സ്തരമുള്ള ഒരു പാളിയുണ്ട്. ആ പാളിനെ പറയുന്ന പേരാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിൻ്റെ അടിയിലെല്ലാം എന്ത് ദ്രവമാണ് നിറഞ്ഞിരിക്കുന്നത്? സെറിബ്രോ സ്പൈനൽ ദ്രവം നിറഞ്ഞിട്ടുണ്ട്. ഈ സെറിബ്രോ സ്പൈനൽ ദ്രവം എന്തിനെ സഹായിക്കുക? ഒന്ന്, ഇവ പോഷകങ്ങളും ഓക്സിജനും തലയിലേക്ക് എത്തിക്കുന്നു. അതുപോലെ ഇവ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്നു. ഇവയൊക്കെയാണ് മെനിഞ്ചസിൻ്റെ ധർമ്മങ്ങൾ. ഇനി നമുക്ക് മസ്തിഷ്കത്തിലെ പ്രധാന പാർട്ടുകൾ നോക്കാം. ഒന്ന്, സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത്. ഇവയിൽ ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്ത് എന്താ പറയുക? കോർട്ടക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂറോണിൽ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത കോശങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. മൈലിൻ ഷീറ്റുള്ള നാശങ്ങൾ എന്തായിട്ട് കാണുക? വൈറ്റ് ആയിട്ടാണ് കാണുക. അപ്പോൾ ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്ത് എന്താ പറയുക? മെഡുല എന്നാണ് പറയപ്പെടുക. ഈ സെറിബ്രത്തിൽ ഒരുപാട് മടക്കുകളുണ്ട്. അപ്പോൾ ഈ മടക്കുകളൊക്കെ കുഴിച്ചുളുകളൊക്കെ എന്തിനാണ്? വിസ്തീർണം കൂട്ടുക, അതുപോലെ ഒരുപാട് കോശങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ള ഐഡിയക്കാണ് ഇങ്ങനെ ചുളിവുകളും മടക്കുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവ എന്തിനാ സഹായിക്കുക? സെറിബ്രത്തിൽ എന്താണ് മെയിൻ പണി? സെറിബ്രത്തിൽ പ്രശ്നപരിഹാരം, ആസൂത്രണം, അതുപോലെ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ചലനങ്ങൾ, ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ എല്ലാം കേന്ദ്രം എന്താണ്? സെറിബ്രമാണ്. അപ്പോൾ സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ഇവയാണ് ചിന്ത, ഭാവന, ഓർമ്മ, അതുപോലെ പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛികമായിട്ടുള്ള ചലനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത്. ഇതിൻ്റെ ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ഔട്ടർ ഭാഗത്തെ കോർട്ടക്സ് എന്നും ഉൾഭാഗത്തുള്ള വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ഭാഗത്തെ മെഡുല എന്നുമാണ് പറയുന്നത്. ഇനി സെറിബ്രത്തിൻ്റെ ഇടത്തെ ഭാഗം ഏതിനെ നിയന്ത്രിക്കുക? മനുഷ്യ ശരീരത്തിൻ്റെ വലത്ത് ഭാഗത്തെയാണ് നിയന്ത്രിക്കുക. അതുപോലെ സെറിബ്രത്തിൻ്റെ വലത്ത് ഭാഗം മനുഷ്യ ശരീരത്തിൻ്റെ ഇടത്ത് ഭാഗത്തെയാണ് നിയന്ത്രിക്കുന്നത്. അടുത്താണ് സെറിബലം. സെറിബലം എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് എന്ത്? സെറിബലം എന്ന് പറയുന്നത്. ഇവ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ ത്വലന നില കൈവരിക്കാൻ സഹായിക്കുന്നവയാണ് സെറിബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മദ്യം മറ്റേ കുടിച്ചാൽ അത് അഫക്റ്റ് ചെയ്യുന്നത് സെറിബലത്തെയാണ്. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ ത്വലന നില കറക്റ്റായിട്ട് പാലിക്കാൻ കഴിയാതെ വീണ് പോകുന്നത്. സെറിബലത്തിന് വേറെ എന്താണ്? ലിറ്റിൽ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് എന്താണ്? സെറിബലം.
ഇവ രണ്ട് ദളങ്ങളായിട്ട് സെറിബ്രത്തിൻ്റെ പിന്നിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സെറിബലം എന്ന് പറഞ്ഞാൽ എന്താണ്? സെറിബലമാണ് ലിറ്റിൽ ബ്രെയിന്, മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണിത്. ഇവ പേശി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്, ശരീരത്തിൻ്റെ ത്വലനനില കൈവരിക്കാൻ സഹായിക്കുന്നവയാണ്. അതുപോലെ മദ്യം അഫക്റ്റ് ചെയ്യുന്ന പാർട്ടാണ് സെറിബലം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് തലാമസ്. മസ്തിഷ്കത്തിൻ്റെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നവയാണ് തലാമസ്. തലാമസിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? സെറിബ്രത്തിൽ നിന്നും അതുപോലെ സെറിബ്രത്തിലേക്കുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായിട്ടും വർക്ക് ചെയ്യുന്നത് തലാമസ് ആണ്. അതുപോലെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന ഏത് ഭാഗത്താണ്? തലാമസിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് തലാമസിൻ്റെ പ്രവർത്തനങ്ങൾ? സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. അതുപോലെ സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നവരും തലാമസിലാണ്. അതുപോലെ തന്നെ വേറെന്താണ് പറയും? ശരീരത്തിലെ സംവേദക പ്രേരക സന്ദേശങ്ങളുടെ പ്രധാന ഏകോപന കേന്ദ്രം ഏതാണ്? തലാമസ് ആണ്. ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അത് തലാമസിൻ്റെ തൊട്ടു താഴെ കാണപ്പെടുന്നതാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഇതവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് തലാമസ്. ഈ പാർട്ടാണ് തലാമസ്. ഇതാണ് സെറിബ്രം. ഇതാണ് സെറിബ്രം, സെറിബലം, തലാമസ്, ഹൈപ്പോതലാമസ്. ഓക്കെ. അപ്പോൾ തലാമസിൻ്റെ തൊട്ടു താഴെയായിട്ടാണ് ഹൈപ്പോതലാമസ് ഉള്ളത്. ഇവയുടെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തരസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നവയാണ് എന്ത്? ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അതുപോലെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിവയാണ്. പീയൂഷഗ്രന്ഥിയുടെ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിനെ നിയന്ത്രിക്കുന്നവ ഏതാണ്? അതും ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഹൈപ്പോതലാമസ് എവിടെ കാണുന്നത്? തലാമസിൻ്റെ തൊട്ടു താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. ഇവയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം എന്നിവ നിയന്ത്രിച്ച് ആന്തരിക സ്ഥിതിപാലനത്തിന് സഹായിക്കുന്നവയാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അതുപോലെ പീയൂഷഗ്രന്ഥിയുടെ ഹോർമോണിനെ നിയന്ത്രിക്കുന്നത്, അതുപോലെ പീയൂഷഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുക. അതുപോലെ ഈ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മിഡ് ബ്രെയിൻ. ഈ ഹൈപ്പോതലാമസിന് താഴെ കാണുന്നതാണ് മിഡ് ബ്രെയിന്. ഇവ എന്തിനെ സഹായിക്കുന്നത്? കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നു. അതുപോലെ പുരികങ്ങൾ, കണ്ണുകൾ എന്നിവയുടെ ചലനത്തിന് എന്തിനും പങ്കുണ്ട്? ഈ മിഡ് ബ്രെയിനിന് പങ്കുണ്ട്. ഇനി അടുത്താണ് അതിൻ്റെ താഴെയാണ് പോൺസ്. പോൺസ് എന്താണ്? പിൻമസ്തിഷ്കത്തിൽ കാണപ്പെടുന്നവയാണ് പോൺസ് എന്ന് പറയുന്നത്. ഇവ കണ്ണിൽ മൂത്തമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, അതുപോലെ ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുക. ഇവയൊക്കെയാണ് പോൺസിൻ്റെ മുഖ്യധർമ്മങ്ങൾ. അടുത്തതാണ് മെഡുല ഒബ്ലോങ്കേറ്റ. മെഡുല ഒബ്ലോങ്കേറ്റ എന്താണ്? മെഡുല ഒബ്ലോങ്കേറ്റയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇവ എവിടെയാണ് കാണുന്നത്? ദണ്ഡാകൃതിയിൽ സെറിബ്രത്തോട് ചേർന്ന് സെറിബ്രത്തിൻ്റെ തുടർച്ചയായി കാണപ്പെടുന്നവയാണ് മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. ഇവ അനൈച്ഛിക പ്രവർത്തനങ്ങളായ എന്തൊക്കെ? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, തുമ്മൽ, ചുമ ഇവയുടെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഏതാണ്? മെഡുല ഒബ്ലോങ്കേറ്റയാണ്. പിന്നെ ഈ മെഡുല ഒബ്ലോങ്കേറ്റയിൽ ഏൽക്കുന്ന ക്ഷതം എന്ത് സംഭവിക്കും? പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകും. അതുകൊണ്ടാണ് നമ്മൾ തല പിന്നോട്ടടിച്ച് വീഴാൻ ഭയങ്കര ഡേഞ്ചറസ് ആവുന്നത്. അതുകൊണ്ടാണ് മെഡുല ഒബ്ലോങ്കേറ്റയ്ക്ക് വല്ല ക്ഷതവും സംഭവിച്ചാൽ ഉടനെ ഈ ഹൃദയസ്തംഭനത്തിനും അതുപോലെ ശ്വാസോച്ഛ്വാസത്തിന് ശ്വാസം എടുക്കാൻ പറ്റാതെയൊക്കെ മരണം സംഭവിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ കേന്ദ്ര നാഡീവ്യവസ്ഥ, നമ്മുടെ മസ്തിഷ്കത്തിനെ കുറിച്ച് ഒന്നും കൂടി പറയാം. ഒന്നാമത് സെറിബ്രം എന്ന് പറയുന്നതാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ പാർട്ട് എന്ന് പറയുന്നത്. ഇവ എന്തിനൊക്കെ സഹായിക്കുക? ചിന്ത, ഭാവന എന്നിങ്ങനെ ഉള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. അതുപോലെ ഐച്ഛിക പ്രവർത്തനങ്ങൾ, പ്രശ്നപരിഹാരങ്ങൾ, ആസൂത്രണം ഇവയെല്ലാം സാധ്യമാക്കുന്നത് സെറിബ്രത്തിലെയാണ്. അടുത്താണ് സെറിബലം. സെറിബലം എന്ന് പറയുന്നത് സെറിബ്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് രണ്ട് ദളങ്ങളായിട്ടുള്ള ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതാണ് സെറിബലം. ഇവ പേശി പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ശരീര ത്വലന നിലയ്ക്ക് എത്താൻ സഹായിക്കുന്നവയാണ് സെറിബലം എന്ന് പറയുന്നത്. മദ്യം അഫക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് സെറിബലം എന്ന് പറയുന്നത്. ഇനി സെറിബ്രത്തിൻ്റെ വലത്തെ ഭാഗം ശരീരത്തിൻ്റെ ഇടത്ത് ഭാഗത്തെയാണ് നിയന്ത്രിക്കുക. അതുപോലെ സെറിബ്രത്തിൻ്റെ വലത്തെ ഭാഗം ശരീരത്തിൻ്റെ ഇടത്ത് ഭാഗത്തെയാണ് നിയന്ത്രിക്കുക. ഇനി സെറിബ്രത്തിൻ്റെ തൊട്ടു താഴെ കാണപ്പെടുന്നതാണ് തലാമസ്. ഈ തലാമസ് എന്തിനെ സഹായിക്കുന്നത്? തലാമസ്
സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ നിയന്ത്രിക്കുക എന്നിവയൊക്കെയാണ് ഈ തലാമസിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. നമ്മൾ വേദന സംഹാരികളൊക്കെ കഴിക്കുമ്പോൾ ഈ തലാമസിൽ ആക്ട് ചെയ്തിട്ട് തലാമസ് ഈ ആവേഗങ്ങൾ എന്ത് സംഭവിക്കും, ഈ ആവേഗങ്ങളെ സെറിബ്രത്തിലേക്ക് കടത്തിവിടില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് തലവേദനയൊക്കെ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് ശരിക്കും സംഭവിക്കുന്നത് നമ്മുടെ തലവേദന മാറുകയല്ല ചെയ്യുക, തലവേദനയിൽ നിന്നുള്ള ആവേഗങ്ങൾ തടഞ്ഞു വെക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇനി അടുത്താണ് ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ ശരീരോഷ്മാവും അതുപോലെ വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തരിക സ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്നവയാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഇനി മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പോ തലാമസിന് താഴെയായിട്ടാണ്. ഇവ കാഴ്ച, കേൾവി അതുപോലെ പുരികങ്ങളുടെ ചലനം എന്നിവയിൽ പ്രധാന പങ്കുവയ്ക്കുന്നവയാണ് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതിന് താഴെയാണ് പോൺസ് എന്ന് പറയുന്നത്. കണ്ണിന് മൊത്തമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, അതുപോലെ ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുക, ഇവയൊക്കെയാണ് പോൺസിൻ്റെ പ്രവർത്തനങ്ങൾ. മെഡുല ഒബ്ലോങ്കേറ്റ എങ്ങനെയാണ്? സെറിബ്രത്തിൻ്റെ ചുവടെ സെറിബലത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. ഇവ എന്തിനെ നിയന്ത്രിക്കുക? അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുക. അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയസ്പന്ദനം അതുപോലെ ശ്വാസോച്ഛ്വാസം എന്നിവയ്ക്ക് നിയന്ത്രിക്കുന്നത് ഈ പാർട്ടാണ്. അതുപോലെ ഛർദി, തുമ്മൽ, ചുമ ഇവയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല ഒബ്ലോങ്കേറ്റയാണ്. ഇവയ്ക്കുണ്ടാകുന്ന ക്ഷതം എന്ത് സംഭവിക്കാം? പെട്ടെന്നുള്ള മരണം കാരണമാകാം.